ഗുഡ് മോർണിംഗ്. നമുക്ക് റോമൻസ് 8 അതിൻ്റെ 16 ഒന്നുകൂടെ വായിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. The Spirit Himself bears witness with our spirit that we are children of God. And if children, 17 and if children, ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് ചേർന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പ് വരുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നിട്ട് പറയുന്നത് മക്കളാണെങ്കിൽ, അങ്ങനെ മക്കളാണെങ്കിൽ then heirs എന്നിട്ട് ഒരു അപ്പോൾ ഒരു വാട്ട് ഇറ്റ് ഈസ് ഒരു ഇത് കഴിഞ്ഞ് പറയുന്നത് heirs of God and joint heirs with Christ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു നിങ്ങൾ മക്കളാണ്. അങ്ങനെ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. എന്തിൻ്റെ? ആരുടെ? ദൈവത്തിൻ്റെ അവകാശികളും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ആരാ നമ്മൾ? ദൈവത്തിൻ്റെ അവകാശികൾ. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറയാൻ കാര്യം എന്താ? യേശു ക്രിസ്തുവാണ് മൂത്ത പുത്രൻ, നമ്മളോ ഇളയ മക്കൾ. നമ്മുടെ എല്ലാ വീടുകളിലും അങ്ങനല്ലേ? അതോ മൂത്ത മോന് മാത്രം കൂടി എഴുതി കൊടുക്കണം? എല്ലാവർക്കും ഒരേ അവകാശമാണ്. അപ്പൻ്റെ മക്കൾക്കെല്ലാം ഒരേ അവകാശം. നീതിയോടെ കൊടുക്കുന്നവരെല്ലാം എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. മൂത്ത മോന് അവകാശമാണെങ്കിൽ അതേ അവകാശം തന്നെ ഇളയ മക്കൾക്കുണ്ട്. അതിപ്പോൾ 12 പേരുണ്ടെങ്കിലും അങ്ങനെ തന്നെ, 20 പേരുണ്ടെങ്കിലും അങ്ങനെ. അപ്പം നമ്മളെ ദൈവം കാണുന്നത് എങ്ങനെയാണ്? ആബാ പിതാവെന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ തന്നു. നമ്മൾ മക്കളാണെന്നുള്ള ഉറപ്പ് തന്നു. വിശ്വാസത്താൽ നമ്മൾ ഉറയ്ക്കണം. പരിശുദ്ധാത്മാവ് ഉറപ്പ് വരും, നമ്മുടെ ആത്മാവിൽ ഉറപ്പ് തരും. അങ്ങനെ ഉറപ്പ് ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു എന്താ പറയുക, ഒരു നങ്കൂരം എന്താ പറയുക, നിങ്ങൾ അവകാശികളാണ്. ആരുടെ? ദൈവത്തിൻ്റെ അവകാശികളും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പതറണം. പറ, നമ്മുടെ ആരുടെ അവകാശികൾ? പിതാവായ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അവകാശികൾ. വെറും ഭക്തരായിട്ട് നിൽക്കല്ലേ, അല്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ള സെക്കൻഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് തൻ്റെ സ്വന്തം രക്തം കൊടുത്ത നമ്മുടെ പ്രൈസ് ടാഗ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. വളരെ ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമ്മൾ മക്കളാണ്, അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. നമ്മളാരാണ്? ചില്ലറക്കാരാണ്. എന്തെങ്കിലും ഒന്ന് കാണുക, കിടന്ന് അലറി വിളിക്കുക ചില്ലറക്കാരാണ്. നമ്മളൊരു പോലീസ് ഓഫീസിൻ്റെ DGPയുടെ മകനാണെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ഗുണ്ടയോ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തെ കണ്ടാൽ നമ്മൾ പതറേണ്ട ആവശ്യമുണ്ടോ? പോലീസ് ഫോഴ്സ് മുഴുവൻ നിൽക്കുക നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒറ്റ വാക്കും മതി. അല്ല, ആരും അടുത്ത് വരത്തില്ല. കാരണം അവർക്കറിയാം ഇദ്ദേഹത്തിൻ്റെ മകനെ, DGPയുടെ മകനെ തൊട്ടാ കളി മാറുമെന്നുള്ളത്. എന്നിട്ട് ഇഫ് ഇൻഡിഡ് വി സഫർ വിത്ത് ഹിം ദാറ്റ് വി മേ ഓൾസോ ബി ഗ്ലോറിഫൈഡ് ടു ഗോഡ്. അവനോടുകൂടി നമ്മൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ അവനോടുകൂടെ മഹത്വപ്പെടുകയും ചെയ്യും. ബൈബിളിൽ നേരത്തെ എന്നോടൊരു ദിവസം പറഞ്ഞു, അവനെ വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടം സഹിക്കാനും നമുക്ക് വരം ലഭിച്ചിരിക്കും. അതൊരു വരമാണ് കേട്ടോ. അവന് വിശ്വസിക്കുന്ന ഒരു വരം. അതിനുശേഷം കഷ്ടം സഹിക്കുക, പല പ്രതിസന്ധി കൂടെ നമ്മൾ കടന്നു പോകും. അതും ഒരു വരം. ഈ കർത്താവിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചല്ല പറഞ്ഞ്, ഒരു ദൈവ പൈതൽ പല ശോധനകൾക്ക് കടന്നു പോകുമ്പോൾ, പല കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴത്തോളം അതിനും ഒരു വരം ലഭിച്ചിരിക്കുക, അതിൽ കൂടെ കടന്നു പോകാനുള്ളൂ. പിന്നെ നമ്മൾ വേവർ ചെയ്യണോ? പറ. കാരണം നമ്മളിപ്പോൾ ആരാ? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും ഒരു പ്രതിസന്ധി വരുമ്പോൾ? അല്ലറിക്കൊണ്ട് കൂടുമോ? അല്ലെങ്കിൽ നിലവിളിച്ചുകൊണ്ട് എവിടെ എന്നെ ആര് സഹായിക്കുമെന്ന് ചോദിച്ചിട്ട് കൂടി നടക്കുമോ? അവിടെ ആ നിൽക്കുന്നിടത്ത് നീങ്ങി കാലുറപ്പിക്കും. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. എൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല, എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല. പിന്നെയോ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം കിട്ടുന്നതാണ് എൻ്റെ അർത്ഥം. സർവശക്തൻ്റെ ക്രിയേറ്റർ ഈസ് മൈ ഫാദർ ടു. ആൻഡ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലാണ് എൻ്റെ നിയന്ത്രണം. അദ്ദേഹത്തിനറിയാം എന്ത് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ പരിഭ്രമിച്ചുകൂടി നടക്കരുത്. ഞാൻ വിശ്വസിക്കണം. എനിക്ക് ചോദിക്കാനും പറയാനും സ്വർഗത്തിലൊരു അപ്പനുണ്ട്, ഒരു ബ്രദറുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പരിശുദ്ധാത്മാവുണ്ടെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ് അത് എൻ്റെ ഉള്ളിൽ വിശ്വാസമായിട്ട് പരിണമിക്കണം. പലപ്പോഴും പ്രശ്നം നമുക്കിതെല്ലാം അറിയാം.
പക്ഷെ നമുക്കത് ബെനിഫിറ്റ് കിട്ടാത്ത അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല. അത് ഞാൻ അടുത്ത എപ്പിസോഡ്സിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, അറിവൊക്കെ നമുക്കുണ്ട്. ഈ വചനമൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ട് കേട്ടു. പക്ഷേ ഇത് വിശ്വാസമായിട്ട് മാറിയില്ല. വിശ്വാസമായിട്ട് എന്താ മാറാത്തതെന്നുള്ള അടുത്ത എപ്പിസോഡ് പറയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. യെസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.